ഗൈസ്, അപ്പോൾ ബിഗ് ബോസിന്റെ പ്രൊമോ വന്നിരിക്കുകയാണ്. അപ്പം ഗസ്റ്റ് എങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ബിഗ് ബോസിനകത്ത് ആൾക്കാരോട് ചോദിച്ചപ്പോഴാന്ന് തോന്നുന്നു അവർ പറയുണ്ടായെന്ന് തോന്നുന്നു. നല്ല അടിപൊളി ഗസ്റ്റ് ആയിരുന്നു, മീൻസ് അവർക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ പിന്നെ സ്ക്രീനിൽ സാബുമോനെ കാണിക്കുന്നു, ഷേദനെ കാണിക്കുന്നു. അപ്പോൾ സാബുമോനോട് ചോദിച്ചപ്പോൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഈ ബസ് സ്റ്റാൻഡിലെ ഒരു ഹോട്ടലിൻ്റെ പേര് അദ്ദേഹം പറയുന്നുണ്ടായി. അത് കൂട്ടത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ഷേദ പറയുന്നു, ഞാൻ വന്ന സമയത്ത് ഒരു കാര്യം കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ജാസ്മിൻ റസ്മിൻ്റെ വഴക്കാണ്. ഒരു സെൽഫ് റെസ്പെക്റ്റ് പോലും ഒരു മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത പോലുള്ള രീതിയിലാണ് പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ലാലേട്ടൻ അത് ചോദിക്കുകയുണ്ടായി, അവർ ഹാപ്പി അല്ലെന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. നിങ്ങളെ പ്രൊമോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കിയാൽ ജാസ്മിന് ഇത് എനിക്ക് തോന്നുന്നു അവരുടെ ആ എന്താ പറയണ്ടേ, അവരുടെ ആ ഒരു ലൈവ് കഴിഞ്ഞതിന് ശേഷം, മീൻസ് സ്ക്രീനിൻ്റെ അത് കഴിഞ്ഞാൽ ജാസ്മിനെയും റസ്മിനെയും പിടിച്ചിട്ട് നല്ല രീതി കുടയാൻ ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും റസ്മിനെ കുറയും. റസ്മിനെ തീർച്ചയായിട്ടും കുറഞ്ഞിരിക്കില്ല ആരുടെ. എനിക്ക് തോന്നുന്നു 2 സ്ട്രൈക്ക്, മീൻസ് 2 യെല്ലോ കാർഡെങ്കിലും കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ അത് വലിയൊരിതാവും. കാരണം ചെറിയ കാര്യത്തിന് സിബിന് കൊടുത്ത എല്ലാവർക്കും അറിയാം. പിന്നെ ജാസ്മിൻ്റെ ഒരു ചെറിയൊരു വിഷയത്തിന് ജാസ്മിന് കൊടുത്തായിരുന്നത് ആൾക്കാരെ ഒന്ന് ഇതാക്കാൻ പറ്റും. പക്ഷേ ഇന്ന് ഈ വട്ടം റസ്മിന് അത് കൊടുത്തില്ലെങ്കിൽ അത് വലിയ വിവാദമാവും, ഉറപ്പാണ്. കാരണം റസ്മിൻ പോകാനിരിക്കേണ്ടതാണ്. റസ്മിൻ എന്തായാലും ഔട്ടാവാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരാളാണ്. പിന്നെ ഇന്നത്തെ എപ്പിസോഡെന്ന് പറഞ്ഞാൽ കണ്ടറിയാം എന്തൊക്കെയാണ്. അപ്പം ആടിനെ പട്ടിയാക്കായിരുന്നാൽ മതി. ഓക്കെ ഗൈസ്, ബൈ.